നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിലും ഫാമിലി ഉണ്ടെങ്കിലും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ബാക്കിയിലെ കുട്ടികളെ എങ്ങനെ കയറ്റിയത്. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഓട്ടോ പിടിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു ഫൈൻ അടിച്ച് ആ ഫൈൻ നമ്മൾ അടക്കേണ്ടി വരുന്നു. കാരണം അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇത്രയും വർഗീയം പറഞ്ഞിട്ട് അവർക്കൊരു നടപടി എടുക്കാതെ സമയത്ത് കാറിൽ കയറ്റാതെ ജനങ്ങൾക്ക് വലിയൊരു വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ജീവിതം ഇരുന്നാൻ വെക്കാൻ അങ്ങ് ഉള്ളിലോട്ട് ആള് കയറാതെ പുറത്തോട്ട് വെക്കുമ്പോൾ പോലീസ് വരുന്നു, ഞങ്ങൾ എടുത്ത് പായണം ഇതെല്ലാം കൂടെ. ആരെയും ഗവനിക്കുന്നില്ല, പൈസ പാസ്സാകുന്നില്ല, വരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് ഈ കാസ്പിൻ്റെ ആരോഗ്യ കാർഡ് ഉണ്ടായിട്ട് യാതൊരു പ്രയോജനമില്ല. അതിനെ ഇവർ കൈകാര്യം ചെയ്യുന്നില്ല ഇതുവരെ. അനാവശ്യമായിട്ട് ഫൈൻ ഉണ്ടാക്കുക ഗവൺമെൻറ് ഒരുപാട്. RTO അവരെ വെച്ചിട്ട് നമ്മൾ വെറുതെ ഇല്ലാതെ പ്രായത്തെ കുട്ടികളെല്ലാം കൊണ്ട് കുട്ടി വാഹനത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് ഹെൽമെറ്റ് ചോദിച്ച് അതില്ലാത്ത ബുദ്ധിമുട്ടിക്കുക. സ്കൂൾ ടൈമിൽ മറ്റും യാത്ര ചെയ്യുന്ന സമയത്തും നമ്മളെ ഇതേമാതിരി ഫൈൻ അടിപ്പിക്കുക. ഇതെല്ലാമാണ് ഇവർ ചെയ്യുന്നത്. 3 പേര് യാത്ര ചെയ്യുന്നുണ്ടാവും ബൈക്കിൽ, 3നും ഹെൽമെറ്റ് ഇല്ല. അത് വിട്ട് നമ്മൾ ഇതുമാതിരിയുള്ള പെട്ടെന്ന് അർജൻറ്റ് നമ്മൾ ഫാമിലി മറ്റും പോകുന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ച് വെച്ച് ഫൈൻ അടിച്ചിട്ട് ഫൈൻ അടക്കേണ്ടി വരും. 5000 6000 ഇങ്ങനെ ഫൈൻ പറയും. അതിൽ ലാസ്റ്റ് അവർ കിട്ടുന്ന കാശ് വാങ്ങിച്ചിട്ട് അവർ പോകും. ഇതെല്ലാം ഇവിടെ ചെയ്യുന്നില്ല നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ഹെൽമെറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിലും ഫാമിലി ഉണ്ടെങ്കിലും കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ബാക്കിയിലെ കുട്ടികളെ എങ്ങനെ കയറ്റിയത്. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മൾക്ക് കാറിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ ഓട്ടോ പിടിച്ച് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്കൊരു ഫൈൻ അടിച്ച് ആ ഫൈൻ നമ്മൾ അടക്കേണ്ടി വരുന്നു. ഇതെല്ലാം ഇവിടുത്തെ ചെയ്യുന്ന നിയമങ്ങൾ. ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല സത്യത്തിൽ. ക്യാമറ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് കൂട്ടിയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അവരിപ്പോൾ പിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ ക്യാമറ വെച്ചിട്ട് ഇവർ ഇതും വെച്ച് ഒരുപാട് കാശുണ്ടാക്കുന്നു. പാവങ്ങളെ കഴിയുന്നത്ര ചൂഷണം ചെയ്യുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയ്ക്ക് ഒന്നുമില്ല ഇവിടെ. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും. ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നിട്ട് അത് 50 കോടി ഉറുപ്പിൻ്റെ ബിൽഡിംഗ് കെട്ടിയിട്ട് അവിടെ പശുക്കൾ തൂറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഈ 10 വർഷം കൊണ്ട് ആരോഗ്യ കാർഡിൻ്റെ കാര്യത്തിൽ ഒരു ഹോസ്പിറ്റലിലെല്ലാം പുറഞ്ഞിരുന്ന് നടന്നു നിൽക്കുന്ന ആരെയും ഗവനിക്കുന്നില്ല, പൈസ പാസ്സാകുന്നില്ല, വരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് ഈ കാസ്പിൻ്റെ ആരോഗ്യ കാർഡ് ഉണ്ടായിട്ട് യാതൊരു പ്രയോജനമില്ല. അതിനെ ഇവർ കൈകാര്യം ചെയ്യുന്നില്ല ഇതുവരെ. പിന്നെ ഹൈവേ വികസനം നഷ്ടപ്പെട്ട, കട നഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് 2 ലക്ഷം രൂപ 6 മാസം തൊഴിലാളിക്ക് സാലറി ശമ്പളം തരുമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അത് പൊടിപാടം തട്ടിയെടുക്കാൻ ഞങ്ങളെ വ്യാപാരി സംഘടന നേതാക്കന്മാർക്ക് പറ്റിയിട്ടില്ല, ഗവൺമെൻറ് അറിഞ്ഞിട്ട് ചെയ്തിട്ടില്ല. കട നഷ്ടപ്പെട്ടവരൊക്കെ വീട്ടിൽ പോയി കോഴിക്കച്ചവടം അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ഭീമമായ വില. GST കോഴീൻ്റെ എടുത്ത് കളഞ്ഞു. 12% 15% ഒന്നും ഉണ്ടായിരുന്നു. ഇല്ലാതാക്കുമ്പോൾ ജനങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടാവേണ്ടത്. കോഴിക്ക് 180 190 എത്തി. പക്ഷെ അതിനേക്കാളും നല്ല GST വാങ്ങായിരുന്നു നല്ലത്. GST വാങ്ങിയിരുന്നെങ്കിൽ അംഗനവാടിയിലേക്കോ ഏതെങ്കിലും ഉച്ചക്കഞ്ഞി ഭക്ഷണത്തിലേക്കോ അത് സഹായിക്കാമായിരുന്നു. ഇത് ഒരു ഗുണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി GST ഒഴിവാക്കി. ജീവിതം ഇരുന്നാൻ വെക്കാൻ അങ്ങ് ഉള്ളിലോട്ട് ആള് കയറാതെ പുറത്തോട്ട് വെക്കുമ്പോൾ പോലീസ് വരുന്നു, ഞങ്ങൾ എടുത്ത് പായണം ഇതെല്ലാം കൂടെ. 3 എടുത്തിട്ട് പായുന്നു. അതിനുള്ളൊരു സൗകര്യം നമുക്ക് ഇതുവരെ ഇല്ല. സർക്കാർ ഏത് തുടർന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്കെല്ലാം കിടക്കണം. എല്ലാവരും ഭരിച്ചാലും അവരവരെ കാര്യം നോക്കും. വോട്ട് കൊടുക്കുന്നവരെ പറയും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യുന്നു. ഒരു ഗുണാക്കും ആരും ചെയ്യുന്നില്ല. വെള്ളപ്പള്ളിനെ സംബന്ധിച്ച് ആ ഒരു കാറിൽ കയറ്റിയ ഒരു പ്രശ്നം, കാറിൽ കയറ്റിയതല്ല പ്രശ്നം യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു വർഗീയ പറഞ്ഞ ഒരാളെ കാറിൽ കയറ്റിയത് കൊണ്ടാണ് പ്രശ്നമുള്ളത്. കാരണം അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇത്രയും വർഗീയം പറഞ്ഞിട്ട് അവർക്കൊരു നടപടി എടുക്കാതെ സമയത്ത് കാറിൽ കയറ്റാതെ ജനങ്ങൾക്ക് വലിയൊരു വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. വർഗീയക്ക് എതിരാണ് ഈ സർക്കാരായെങ്കിലും കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം. കാരണം വേറെ ഒരാളാണെങ്കിൽ അവിടെ വർഗീയം പറയുന്നെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുള്ള നിയമ നടപടികളെല്ലാം ഉണ്ടാവലുണ്ട്. അപ്പോൾ അതിൽ ചില ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്ക് ഉണ്ടായി. ഒരു പ്രതിഫലം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ ഇല്ല. നമുക്ക് ഇതുവരെക്ക് 25-27 വർഷം കൊണ്ട് പള്ളിക്കര താമസിക്കുന്നു. നമുക്ക് ആരും ഒരു സഹായം തന്നിട്ടില്ല. എൻ്റെ ഭർത്താവിനൊരു പെൻഷൻ ഉണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഒരു നമുക്ക് കിട്ടിയിട്ടില്ല. ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് നാഷണൽ ഹൈവേ സമയത്ത് നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച് കൊടുത്തിട്ടില്ല. അതാണ് വലിയ ഒരു താപത്തെട്ടായിട്ട് കാണുന്നത്. എന്തായാലും ഞങ്ങൾ കുറേ 100-120 റിക്ഷ വെക്കുന്ന സ്ഥലത്ത് ഇവിടെ ഒരു റോഡുണ്ട്, പക്ഷേ വെക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. അതാണ് ഭയങ്കരമായിട്ട് ഒരു വിഷമമുണ്ട്. റോഡ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്രദേശത്തിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അതിനെ ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് ഈ ഹൈവേയുടെ തന്നെ നിങ്ങൾ നോക്കുക, ഒരു സർവീസ് റോഡിൻ്റെ ഗതി നിങ്ങൾ നോക്കുക. ഇത് ഞങ്ങൾ മുമ്പേ സംസാരിച്ചുകൊണ്ടുള്ളതാണ്. ഈ സർവീസ് റോഡിന് വീതിയില്ലായ്മ ഇത് നമുക്ക് ഇന്ന്, കാരണം ഇവർ പറയുന്നത് ഇപ്പോൾ 2 way ഉപയോഗിക്കണമെന്നാണ്. ഇത് ഏത് രീതിയിൽ 2 way ഉപയോഗിക്കണമെന്ന് നമുക്കറിയുന്നില്ല. പലയിടത്തും സർവീസ് റോഡുകളുടെ
സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൊടുത്ത രീതിയിലുള്ള തന്നെ ആ ഒരു പിന്നെ ഇതിലല്ല രീതിയല്ല ഉള്ളത്. ഇത് പിന്നെ പിടിവാശി ഒഴിവാക്കണം. ആരായാലും പിടിവാശി ഒഴിവാക്കാതെ എന്താവില്ല, അങ്ങനെ ആയാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ഏത് പാർട്ടി ആയി കഴിഞ്ഞാലും. ഇപ്പം ഇലക്ട്രിക്കൽ സ്കൂട്ടർ യാത്ര ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾ. നമ്മളിപ്പം പെട്രോൾ വാഹനമാണ് യാത്ര ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രിക്കലിൽ 3 പേര് യാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് ഹെൽമെറ്റ് ഇല്ല. എന്ത് നിയമം ഇത് നമുക്കറിയുന്നില്ല. ഗവൺമെൻറ് ഇതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. കമ്പനികൾ ഒരുപാട് വാഹനം ഇറക്കുന്നുണ്ട്. ഇത് പെൺകുട്ടികളും ആൺകുട്ടികളും പറ്റ സ്കൂളിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഇത് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നുണ്ട്. വാഹനങ്ങൾ ഇടിക്കുന്ന ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരു നിയമങ്ങളില്ല. ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാം അളക്കുന്നു. ഏത് പോലീസും അതിന് വിടുന്നുണ്ട്. നേരെ മറിച്ച് പാവം അതിലേ കൂടി പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തിന് പെട്ടെന്ന് ഹെൽമെറ്റ് ഇല്ല, അവനെ പിടിച്ച് ഫൈനാക്കി. അപ്പോൾ ഈ ഹെൽമെറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. ആ വാഹനം കഴിഞ്ഞത്തെ കൺട്രോൾ ചെയ്യും. നമ്മൾ ഗൾഫിലെല്ലാം ഉണ്ടായതാണ്. അപ്പോൾ ഗൾഫിലൊന്നും ഇതുമാതിരിയുള്ള സ്കൂട്ടി വാഹനങ്ങളൊന്നും ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യാൻ പറ്റൂല. പിന്നെ ഇലക്ട്രിക്കൽ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഫാമിലിയോട് കൂടി ഒരു എവിടെയെങ്കിലും യാത്ര നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവർ സൗണ്ട് ഇല്ലാത്ത വാഹനം വന്നു കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി. ഗവൺമെൻറ്റിന് എന്താ, വീണ്ടും അടുത്ത പെർമിഷൻ കൊടുക്കും, അടുത്ത വാഹനം ഇറക്കും. ഇങ്ങനെ ഇറക്കിക്കൊണ്ട് ഗവൺമെൻറ് ഇത് കൊള്ള ലാഭം ഉണ്ടാക്കുന്നതാണ് കമ്പനികൾ. ഇതിനെ ശക്തമായിട്ട് നിങ്ങൾ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കർശനമായിട്ട് ഇങ്ങനെ വാഹനം ഇറക്കുന്നതിന് ഒരിക്കലും പെർമിഷൻ കൊടുക്കരുത്. അഥവാ ആ കുട്ടികൾക്ക് 17 വയസ്സ് 16 വയസ്സ് 15 വയസ്സ് എല്ലാം എടുത്തു പോകുന്നുണ്ട്. അവർക്കൊരു കാരണവശാലും പ്രായമാകാത്ത കുട്ടികളാണ്. അവർക്കറിയില്ല ഇതിൻ്റെ സംവിധാനം ഇങ്ങനെയാണ്, ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നാളെ. അവരെ വെറുതെ മരണം അവിടെ വെച്ച് സംഭവിച്ചു. ശബരിമല പിന്നെ കൊള്ളയടിച്ച ആ സഖാക്കന്മാരെ ഇപ്പോഴും പിന്നെ CPM പുറത്താക്കിയിട്ടില്ല, ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ഇപ്പം എന്ന് പറഞ്ഞാല് ആ മറ്റേ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ എന്ന ആളെ പിന്നെ ഉള്ളത് വിളിച്ചു പറഞ്ഞതുകൊണ്ട്, സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞ അയാളെ പുറത്താക്കി. കട്ടവരെ സംരക്ഷിച്ച് നിർത്തുകയും പിന്നെ സത്യം വിളിച്ചു പറയുന്നവരെ പുറത്താക്കുകയും ചെയ്യുന്നു. അതായത് അഴിമതിയും. പിന്നെ അവര് CPM എന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടി ആയിരുന്നു. പിന്നെ ഞാൻ പിന്നെ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു നല്ലൊരു ഇഷ്ടമുള്ള ഒരു പാർട്ടി ആയിരുന്നു CPM. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള CPM എല്ലാം പോയി. ഇപ്പം എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയല്, കഴിയാവുന്നത് മുകളിൽ ഇല്ല ആൾക്കാർ പിന്നെ സ്വർണങ്ങളും മറ്റതും ഇതെല്ലാം കക്കുന്ന സമയത്ത് താഴെയുള്ളവര് കുറച്ചെങ്കിലും പിന്നെ നമ്മളെ കീശയിലാക്കാൻ പറ്റുമെന്നില്ല ആ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്.